വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. ഇനിയും ഈ വഴിയെ 45. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നത് പോലെ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് അവർ ആമിയെയും കുഞ്ഞിനെയും കൂട്ടി നാട്ടിലേക്കു തിരിച്ചത്. അപ്പോഴേക്കും ആമിയയുടെ തളർച്ചയും ക്ഷീണവുമെല്ലാം മാറിയിരുന്നു. ആൽബിക്ക് ഒരച്ഛൻ കൂടിയുണ്ട് എന്നുള്ള സത്യത്തോട് അവൾ പൊരുത്തപ്പെടുകയും ചെയ്തു. ആൽബിക്കുട്ടനാകട്ടെ അച്ഛനെ കാണാൻ പോകുന്നതിന്റെ സന്തോഷത്തിലുമായിരുന്നു. എയർപോർട്ടിൽ നിന്നും മുതലമടയിലെത്തിയ അവർ സൈമണയെയും നിഷയെയും വീട്ടിലിറക്കിയിട്ട് നേരെ രാധേയത്തിലേക്കാണ് പോയത്. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി തിരികെ എത്തിയ അമ്മമ്മയുടെ നേതൃത്വത്തിൽ എല്ലാവരും അവരെ സ്വീകരിക്കാനായി വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു. കസേരയിലിരിക്കുന്ന അമ്മമ്മയുടെ പിന്നിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്കെന്ന പോലെ ആളുകൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് വണ്ടിയിൽ നിന്നിറങ്ങിയ ആൽബിക്കുട്ടൻ അമ്മയുടെ പിന്നിലേക്ക് പതുങ്ങി. ആദിക്കുട്ടനും നിളക്കുട്ടിയും വരാന്തയിലെ അരമതലിൽ കയറിയിരുന്ന് മിഠായിയും തിന്നുകൊണ്ട് പുതിയ അതിഥികളെ നോക്കുകയായിരുന്നു. നേത്രയാണ് മുറ്റത്തേക്ക് ആദ്യം ചാടിയിറങ്ങിയത്. ആമിയയുടെ പിന്നിൽ മറഞ്ഞു നിന്നിരുന്ന ആൽബിക്കുട്ടന്റെ മുന്നിലെത്തി അവൾ നിലത്ത് മുട്ടുതീർന്ന് അവന് നേരെ കൈനീട്ടി. അമ്മയുടെ ചക്കര വന്നേടാ, ചോദിക്കട്ടെ? ആൾക്കൂട്ടത്തെ കണ്ടതിന്റെ വൈമനസ്യത്തിൽ അവൻ ഒന്നുകൂടി ആമിയയുടെ പിന്നിലേക്ക് ഒതുങ്ങിക്കൂടി. അപ്പോഴേക്കും സരവി അമ്മായിയും വിശ്വനമ്മാവനും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി. മിഠായി വേണോ? നേത്ര കയ്യിലിരുന്ന മിൽക്കി ബാർ അവന് നേർക്ക് നീട്ടി. വേണ്ട. വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ പെട്ടെന്നായിരുന്നു അവന്റെ മറുപടി. നീ ഞങ്ങളുടെ കൊച്ചിനെ അങ്ങനെ മിഠായി കാട്ടി കൊതിപ്പിക്കൊന്നും വേണ്ട കേട്ടോടി. മഹി അവളെ കളിയാക്കി. അവന് വേണ്ടെങ്കിൽ എനിക്ക് തന്നേക്ക്. അരമതലിന് മുകളിൽ നിന്നും ഒരുത്തി മിഠായിക്ക് വേണ്ടി കൈനീട്ടി. ആൽബിക്കുട്ടൻ അപ്പോഴാണ് അരമതലിന് മുകളിലിരിക്കുന്നവരെ കണ്ടത്. അവൻ വേഗം കൈനീട്ടി നേത്രയുടെ കയ്യിൽ നിന്നും ആ മിൽക്കി ബാർ വാങ്ങി. നിന്റെ മിഠായി പോയടി. നിളക്കുട്ടിയുടെ അടുത്തിരുന്ന ആദിക്കുട്ടൻ ചിരിയോടെ പറഞ്ഞത് കേട്ട് അവൾ ആൽബിക്കുട്ടനെ നേർക്ക് മുഖം വീർപ്പിച്ചു. അവരെ അങ്ങനെ അവിടെ തന്നെ നിർത്താതെ അകത്തേക്ക് വിളിച്ച് കയറ്റ് പിള്ളേരെ. വരാന്തയിലിരുന്ന അമ്മമ്മ പറഞ്ഞത് കേട്ട് സരയു അമ്മായി ആമിയയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വിളിച്ചു. വാ മോളെ. അകത്തേക്ക് കയറുമ്പോൾ അമ്മമ്മയുടെ നോട്ടം ആമിയയുടെ നേരെയായിരുന്നു. കൊള്ളാം, വിനയന് പറ്റിയ കൊച്ചു തന്നെ. തന്നെത്താനിരുന്ന് ആലോചിച്ച് തലകുലുക്കുന്ന അമ്മമ്മയെ മഹി ആമ്പലിന് കാട്ടിക്കൊടുത്തു. അവൾ ചിരിയൊതുക്കി അകത്തേക്ക് കയറുന്നതിനിടയിൽ താമിയും അനിയും അവർ കരികിലേക്കെത്തി. ആമി ഞങ്ങളുടെ ചേച്ചിമാരെയും ചേട്ടന്മാരെയും പരിചയപ്പെട്ടില്ലല്ലോ. അതിനു മുന്നേ നമുക്ക് അമ്മമ്മയെ പരിചയപ്പെടാം. ഇതാണ് ഞങ്ങളുടെ ജീവന്റെ ജീവനും ബുദ്ധിസിരാ കേന്ദ്രവുമായ അമ്മമ്മ, ആമ്പുവിന്റെ അച്ചമ്മ. ഓടാ. മഹിയുടെ പരിചയപ്പെടുത്തൽ കേട്ട് കളിയായൊരു പരിഭവം മുഖത്തൊട്ടിച്ചുകൊണ്ട് അമ്മമ്മ കസേരയിൽ കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അടുത്തു നിന്നിരുന്ന രാധാമ്മ അമ്മമ്മയുടെ കയ്യിൽ പിടിച്ച് സഹായിച്ചു. ഇതെന്തു പറ്റി? ഒന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ആരോഗ്യമൊക്കെ പോയോ? മഹി അമ്മമ്മയുടെ തോളിൽ മെല്ലെ തട്ടി. കാലിന് ചെറിയൊരു വിലക്കുറവുണ്ടടാ, അമ്മമ്മ ചിരിയോടെ പറഞ്ഞു. അത്രേ ഉള്ളൂ, അത് നമുക്ക് ശരിയാക്കാം. നീ ഇങ്ങ് മാറിക്കെ, ഞാൻ ഈ കൊച്ചിനെ ഒന്ന് കാണട്ടെ. പറഞ്ഞത് കേട്ട് മഹി മുന്നിൽ നിന്ന് മാറിയതും അമ്മമ്മ ആമിയയുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. നന്നായി വരൂ. അതു കണ്ട് തൊട്ടടുത്തു നിന്നിരുന്ന നിളക്കുട്ടി അവളുടെ മുന്നിൽ നിന്നിരുന്ന ആൽബിക്കുട്ടന്റെ തലയിലും തലോടിക്കൊണ്ട് പറഞ്ഞു. നന്നായി വരൂറ്റ. അത് കേട്ട് എല്ലാവരും ചിരിച്ചതെന്തിനാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. വാ, ഇനി നമുക്ക് അടുത്ത ആൾക്കാരെ പരിചയപ്പെടാം. മഹി പറഞ്ഞത് കേട്ട് ആമിയ അവന്റെ നേരെ തിരിഞ്ഞു. ഇതാണ് എന്റെ ചേച്ചി അനിത. പിന്നെ ഇത് പുള്ളിക്കാരിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് സന്തോഷേട്ടൻ. ആള് നല്ല ഒന്നാന്തരം പാട്ടുകാരനാണ് കേട്ടോ. പിന്നെ ഇത് താമി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട താമര ചേച്ചി, അമ്പുന്റെ ചേച്ചിയാണ്. ഇത് ശരത്തേട്ടൻ. രണ്ടുപേരും ഇവിടെ അടുത്ത് തന്നെയാ താമസിക്കുന്നത് കേട്ടോ. അതെ, വിശദമായിട്ട് പരിചയപ്പെടാൻ ഇനിയും സമയമൊക്കെ ഉണ്ടല്ലോ. നിങ്ങളെല്ലാവരും അകത്തു പോയൊന്ന് ഫ്രഷ് ആയിക്കേ, എന്നിട്ട് വല്ലതും കഴിക്കാം. സമയം 1 മണി കഴിഞ്ഞു. രാധാമ്മ പറഞ്ഞതോടെ അവർ അകത്തേക്ക് നടന്നു. ആദിക്കുട്ടനും നിളക്കുട്ടിയും മഹിയുടെ 2 കൈകളിലും തൂങ്ങിയത് കണ്ട് ആൽബിക്കുട്ടന്റെ മുഖം മങ്ങി. അത് മനസ്സിലാക്കിയ ആമ്പു അവനെയും എടുത്തുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. അന്നെല്ലാവരും അവിടെ തന്നെ കൂടി.
കൈതാരത്തുള്ളവരും വീട്ടിലേക്ക് പോകാതെ നിന്നതോടെ രാധേയത്തിൽ ഒരു ഉത്സവ പ്രതീതിയെ. രാത്രിയായപ്പോഴേക്കും പിള്ളേര് മൂന്നും നന്നായി അടുത്തു. ആദിക്കുട്ടനും നിളക്കുട്ടിയും മഹിയെയും ആമ്പലിനെയും പോലെ വാ നിറച്ച് വർത്തമാനം പറയുമെങ്കിലും ആൽബി അവന്റെ അച്ഛനെ കൂട്ട് ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ നിളക്കുട്ടി സംസാരത്തിനിടയിൽ ഇടയ്ക്കൊക്കെ അവന്റെ താടിക്ക് തോണ്ടി അവനെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. രാത്രി മുകളിലെ വരാന്തയിലിരുന്ന് പെൺപിള്ളേരും അമ്മമാരും കൂടി സംസാരിക്കുന്നതിനിടയിൽ കൊയ്ത്തു കഴിഞ്ഞ് കിടക്കുന്ന പാടത്തു നിന്നും അന്തിക്കടപ്പുറത്ത് ഓലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് എന്ന പാട്ട് കേട്ടു. എടിയാനി, നിന്റെ കെട്ടിയോന്റെ കളകൂജനമല്ലേ ആ കേൾക്കുന്നത്? താമി എഴുന്നേറ്റ് നിന്ന് 2 വീടിനപ്പുറം കാണുന്ന പാടത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. പാടത്തിന്റെ അങ്ങേക്കരയിലുള്ള വഴിവിളക്കുകളിൽ നിന്നും വീഴുന്ന വെളിച്ചത്തിൽ മങ്ങിയ നിഴൽ രൂപങ്ങൾ പാടവരമ്പത്തിരിക്കുകയും കിടക്കുകയും ചെയ്യുന്നത് മുകളിൽ നിന്നാൽ കാണാം. ആഹാ, ദേ ആ കീറിപ്പൊളിക്കുന്ന കൂട്ടത്തിൽ മഹിയുമുണ്ട്. പാട്ടിനു പിന്നാലെയുള്ള കോറസ് കൂടി കേട്ടതോടെ താമി ഉറപ്പിച്ചു. ഈശ്വരാ, ഇതുങ്ങൾ എപ്പോ ഇറങ്ങിപ്പോയി? ആമ്പുവിന്റെ അമ്മ ലക്ഷ്മി മൂക്കത്ത് വിരൽ വെച്ചു പറഞ്ഞതും ആമ്പു ചാടി എഴുന്നേറ്റു. ഞാൻ പോയി നോക്കട്ടെ. അവൾ താഴേക്ക് ഓടി ഇറങ്ങി നോക്കിയിട്ട് അപ്പോൾ തന്നെ മുകളിലേക്ക് തിരികെ കയറി വന്നു. ദേ, താഴെ ആരുമില്ല കേട്ടോ. അച്ചമ്മ മാത്രം ആ സീരിയൽ കണ്ടിരിപ്പുണ്ട്. എല്ലാം കൂടി പാടത്തേക്ക് പോയെന്ന്. പിള്ളേരെയും കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കും പോയാലോടി? താമി ചോദിച്ചു കഴിയും മുന്നേ അനി ചാടി എഴുന്നേറ്റു. എപ്പോ പോയെന്ന് ചോദിച്ചാ പോരെ മോളെ. അവൾക്കൊപ്പം നേത്രയും എഴുന്നേറ്റു. താഴെ തന്നെ ചടഞ്ഞിരുന്ന ആമിയയെ അനി തോണ്ടി. വാന്നേ, ഞങ്ങളുടെ പാടമൊക്കെ കണ്ടിട്ട് വരാം. ചെല്ല് മോളെ, നിങ്ങൾ വരുമ്പോഴേക്കും ഞങ്ങൾ ചോറെടുത്ത് വെക്കാം. രാധാമ്മ കൂടി പറഞ്ഞതോടെ അവളും എഴുന്നേറ്റു. 5 പേരും കൂടി താഴേക്ക് ചെല്ലുമ്പോൾ അച്ചമ്മ ടിവിയിലെ ഏതോ സീരിയലിനകത്ത് ആരോ കരയുന്നതും കണ്ട് താടിക്ക് കൈകൊടുത്തിരിപ്പാണ്. അച്ചമ്മ വരുന്നോ പാടത്തേക്ക്? ആമ്പു ചോദിച്ചു. വന്നോന്നുണ്ട് മക്കളെ, പക്ഷെ ഇന്ന് പൂജ ആരാണെന്ന് എല്ലാവരും അറിയുന്ന ദിവസമാണേ. അവൾ വാവിളിച്ചു. ഇടി നീ വായടക്ക്, അമ്മമ്മ സീരിയലിലെ കാര്യമാ പറഞ്ഞത്. നീ വന്നേ, വേഗം ചെന്നാൽ കാവിലെ പാട്ട് മത്സരം കഴിയുന്നതിന് മുന്നേ അങ്ങ് എത്താം. അനി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവർ പാടത്തെത്തിയപ്പോൾ അവിടെ നല്ല മേളമായിരുന്നു. കുളത്തിനോട് ചേർന്നുള്ള വരമ്പിലെ തെങ്ങിൽ ചാരി മഹി, കുറച്ചപ്പുറത്തു മാറി ശരത്തേട്ടൻ, വരമ്പിന് താഴേക്കിറങ്ങി നിന്ന് കൈകൾ വിടർത്തി പാടുന്ന സന്തോഷേട്ടൻ, അതിനുമപ്പുറം മാറി അച്ഛന്മാരുടെ സദസ്സുമുണ്ട്. അവരോടൊപ്പം പാടത്തിനോട് ചേർന്ന വീട്ടിലെ ദാസൻചേട്ടനും ഇരിക്കുന്നുണ്ട്. സൈമൺ സപ്ലയറായി 2 സദസ്സുകളിലും ഗ്ലാസുകൾ നിറച്ചു കൊടുത്തു നിൽക്കുന്നു. പിള്ളേര് 3 കൂടി ആ ഒഴിഞ്ഞ പാടത്തെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു ബോളും തട്ടിക്കളിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. പെണ്ണുങ്ങളുടെ കലപില കേട്ടതും മഹി തിരിഞ്ഞു നോക്കി. ആഹാ, ബാ ബാ. അവൻ കൈ കാട്ടി വിളിച്ചതും ആമ്പൽ അടുത്തേക്ക് ഓടിച്ചെന്ന് പരമ്പിലേക്ക് ഇരുന്നിട്ട് അവന്റെ നെഞ്ചിലേക്ക് ചാരി. താമി ശരത്തേട്ടന്റെ അടുത്തേക്ക് ഇരുന്നപ്പോൾ അനി അവർക്കടുത്തിരുന്നിട്ട് പാടുന്ന സന്തോഷേട്ടനെ നോക്കി. ആമിയെയും നേത്രയും കൂടി മഹിയും ആമ്പലും ഇരുന്നതിന് തൊട്ടടുത്തുള്ള തെങ്ങിലേക്ക് ചാരി ഇരിപ്പുറപ്പിച്ചു. ഓരോ ചെറുതൊഴിക്കട്ടെ, സൈമൺ അവരോട് വിളിച്ചു ചോദിച്ചു. ഓടാ. അനി അവനെ ആട്ടി. ബിയറുണ്ടോടാ സൈമ? ആമ്പലിന്റെ ചോദ്യം കേട്ടതും കുറച്ചപ്പുറത്തിരുന്ന ജിനൻ തിരിഞ്ഞു നോക്കി. അച്ഛന്റെ ആ നോട്ടം കൊണ്ട് അവൾ മഹിയുടെ നെഞ്ചിലേക്ക് പതുങ്ങി. ആമിയയെ കണ്ടതും കളിച്ചുകൊണ്ടിരുന്ന ആൽബിക്കുട്ടൻ ഓടി അവളുടെ അടുത്തേക്കെത്തി. അമ്മ, നോക്കിയ സ്വിമ്മിംഗ് പൂൾ. കുളം ചൂണ്ടിക്കാട്ടിയാണ് ആശാന്റെ പറച്ചിൽ. അത് സ്വിമ്മിംഗ് പൂൾ അല്ലട കൂട്ട, കുളമാണ്. നാളെ നമുക്ക് കുളത്തിൽ കുളിക്കാട്ടോ. മഹി പറഞ്ഞത് കേട്ട് ആമിയെ മുഖം വെട്ടിത്തിരിച്ച് അവനെ നോക്കി. പേടിക്കണ്ട, അവൻ നല്ല 1-ാം തരം മുങ്ങൽ വിദഗ്ധനാ. ആമ്പൽ അവളെ സമാധാനിപ്പിച്ചു. അതെ അതെ, ഇന്ന് മുങ്ങിയാൽ പിന്നെ 3 ദിവസം കഴിഞ്ഞ് പൊങ്ങൂ എന്ന് മാത്രം. തമാശ ഏറ്റോ എന്നറിയാൻ സന്തോഷം എല്ലാവരെയും ഒന്ന് നോക്കി. ചാളി ചാളി. എല്ലാവരും കൂടി കോറസായിട്ടാണ് അവനെ വാരിയത്. ഓ എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ തമാശ പറയാതെ നല്ലൊരു പാട്ട് പാട്. അനി പറഞ്ഞതും തമാശ ചീറ്റിപ്പോയതിന്റെ ക്ഷീണം മറക്കാൻ അവൾക്ക് നേരെ കൈകൾ നീട്ടിക്കൊണ്ട് സന്തോഷ് ഒരു പ്രണയഗാനത്തിലേക്ക് കടന്നു. എന്നുവരും നീ, എന്നുവരും നീ എന്റെ നീലപ്പന്തലിൽ, വെറുതെ എന്റെ കിനാപ്പന്തലിൽ. ആമ്പൽ മഹിയുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചാരിയിട്ട് മുഖമുയർത്തി അവനെ നോക്കി.
അങ്ങു മേലെ മാനത്തു വിതറിയ വെള്ളിപ്പൊട്ടുകളെ മറച്ചുകൊണ്ട് അവന്റെ മുഖം അവളെ നോക്കി ചിരിതൂകി. താഴ്ന്നു വന്ന ചുണ്ടുകൾ മുടിച്ചുരുളുകൾക്കിടയിൽ അമർന്നപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. താമി ശരത്തിന്റെ തോളിലേക്ക് ചാരിയിരുന്നു. പ്രദീപിനെ സന്തോഷേട്ടന്റെ പാട്ട് കേൾപ്പിക്കുവാനായി നേത്ര ഫോണെടുത്ത് അവനെ വിളിച്ചു. സന്തോ ഗ്ലാസും കയ്യിൽ പിടിച്ചുകൊണ്ട് പാട്ട് തുടർന്നു. ആമിയെ കണ്ണുകൾ പൂട്ടി തെങ്ങിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ആ പാട്ട് ആസ്വദിച്ചു. വീട്ടിൽ നിന്നും രാധാമ്മയുടെ വിളി വന്നപ്പോഴാണ് അവർ ആ സദസ് അവസാനിപ്പിച്ചത്. എല്ലാവരും പൊടിയും തട്ടി എഴുന്നേറ്റ് പോകും വരെ ആമ്പലും മഹിയും അവിടെ തന്നെ ഇരുന്നു. നിങ്ങൾ വരുന്നില്ലേ? ആമിയെ ചോദിച്ചു. നടന്നോ, വന്നേക്കാം. മഹി മറുപടി കൊടുത്തു. അവരുടെ കൂടെ അവിടെ തന്നെ ഇരിക്കാൻ ശ്രമിച്ച പിള്ളേരെയും പൊക്കി എല്ലാവരും നടന്നു. ഭാവഗായകന്റെ നേർത്ത സ്വരത്തിലുള്ള പാട്ടും പുറകെ കലവിലയും റോഡിലൂടെ അകന്നു പോയപ്പോൾ മഹി എഴുന്നേറ്റിട്ട് ആമ്പലിനെ വിളിച്ചു. വാ, എഴുന്നേക്ക്. ഡാ, എന്റെ കയ്യിലൊന്ന് പിടിച്ചോട്ടോ. അടിച്ചത് കൂടിപ്പോയല്ലേ? അവൻ നീട്ടി കയ്യിൽ പിടിച്ച് എഴുന്നേറ്റിട്ട് അവൾ പറഞ്ഞു. ചെറിയൊരു ആട്ടം പോലെ. നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു മണിക്കുട്ടിയെ എന്റെ കയ്യിലിരുന്നെടുത്ത് മോന്താൻ? നീയല്ലേ പറഞ്ഞത് നല്ല സ്വയംഭ സാധനമാണെന്ന്? പശുമാങ്ങൊക്കെ ഇട്ടുണ്ടാക്കിയാണെന്ന് കേട്ടപ്പോ ഒരു കൊതി. എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പോ? സൂപ്പർ. അവൾ കൈകൊണ്ട് ആംഗ്യം കാട്ടി. ഒരുമാതിരി പറക്കും പോലൊരു ഫീൽ. ഇനി പറന്നാറ്റേ പോകുക. ഒന്ന് പോടാ. അവൾ മുന്നിലേക്ക് കണ്ണും പിടിച്ചു നോക്കി. ഈടാ, ഈ വരമ്പ് എവിടെ? ശരി, വരമ്പ് നിന്റെ മുന്നിൽ തന്നെയുണ്ട്. കാല് വെച്ചോ. ഇല്ലടാ, നീ മുന്നിലൊരു കുഴിയാ ഉള്ളത്. ഇത് പണിയല്ല. അവൻ മുന്നിലേക്ക് കയറി അവളുടെ കയ്യിൽ വീണ്ടും പിടിച്ചു. വാ, നടക്ക്. രണ്ട് കൈയിലും പിടിച്ച് മുന്നോട്ട് നടത്തിച്ച് അവൻ അവളെ പാടത്തു നിന്നും വഴിയിലേക്ക് കയറ്റി. വഴിയിലേക്ക് കയറിയതും ആളല്പം നേരെയായി. നിൽക്കുമ്പോൾ ചെറിയൊരു ആട്ടമുണ്ടെന്നല്ലാതെ വലിയ കുഴപ്പമൊന്നും കൂടാതെ രണ്ടും വീട്ടിലെത്തി. അച്ഛന്മാരും ചേട്ടന്മാരും അമ്മമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു. അമ്മമാർ അടുക്കളയിൽ തിരക്കിലുമായിരുന്നു. പിള്ളേർക്ക് കാർട്ടൂൺ വെച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളവർ മുന്നിലിരുന്ന് സംസാരിക്കുന്നതിനിടയിലേക്കാണ് ആമ്പലും മഹിയും കയറിച്ചെന്നത്. നേത്രയെ അക്കൂട്ടത്തിൽ കണ്ടില്ല. കൊള്ളാം, നമ്മുടെ രാംചരനും NTR ജൂനിയറും കൂടി ട്രിപ്പിളാറിൽ ഡാൻസ് കളിക്കാൻ നിൽക്കുന്നത് പോലുണ്ട്. അകത്തേക്ക് കയറി വന്ന രണ്ടും തോളത്തുകൂടി കൈയുമിട്ട് ചിരിച്ചുകൊണ്ട് ചേർന്ന് നിൽക്കുന്നത് കണ്ട് താമി പറഞ്ഞു. ചുണ്ടത്ത് വിരൽ വെച്ച് ശബ്ദമുണ്ടാക്കാതിരിക്കാൻ മഹി ആഗ്യം കാട്ടി. ചെറിയൊരു കയ്യബദ്ധം, നാട്ടിക്കരുത്. കയ്യബദ്ധോ? ആർക്ക്? ചേച്ചിയുടെ ഈ പുന്നാര അനിയത്തിക്ക് തന്നെ. എനിക്ക് തന്ന ക്ലാസ് എടുത്ത് അവൾ കയറ്റി. അവനവന്റെ കളസ ഇട്ടാ പോരായിരുന്നോടി. എന്നിട്ട് പൊട്ടം കുത്തിയ പോലെ ഇളിച്ചോണ്ട് നിൽക്കുന്നുണ്ടില്ലേ? അച്ഛനെങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ. താമി ശബ്ദം താഴ്ത്തി മുരണ്ടു. സാറി. അവൾ ഉർവശി അനുകരിച്ചു. അതെ, അച്ഛനും അമ്മാവരും കാണാതെ ഞങ്ങളെ ഒന്നും മുകളിലെത്തിക്കണം. മഹി ദൈന്യതയോടെ അവരെ നോക്കി. എങ്ങനെ? അനു ചോദിച്ചു. നമുക്കൊരുമിച്ച് മുകളിലേക്ക് കയറാം. നിങ്ങൾ ചുറ്റിനും നിന്നാ മതി. എനിക്കൊന്നും വയ്യ, തന്നെത്താൻ ചെയ്തോണ്ടാ മതി. ഓരോന്ന് ഒപ്പിച്ചിട്ട് വന്ന് നിൽക്കുന്നുണ്ടില്ലേ? താമി ഇഷ്ടപ്പെടാത്ത മട്ടിൽ തല വെട്ടിച്ചു. ഓട്ടടി, നീ വാ. അനു വിളിച്ചതോടെ താമിയും അതോടൊപ്പം മാമിയെയും എഴുന്നേറ്റു. വിളമ്പിക്കൊണ്ട് നിൽക്കുന്നതിനിടയിൽ എല്ലാം കൂടി മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ട് രാധാമ്മ മുഖം ഉയർത്തി ചോദിച്ചു. എല്ലാം കൂടി ഇതെങ്ങോട്ടായി പോകുന്നേ? ദേ, ഇവരെ എഴുന്നേറ്റാൻ ഞാൻ ചോറ് വിളമ്പും കേട്ടോ. ഇപ്പൊ വരാമ്മ. ആ കൂട്ടത്തിൽ നിന്നും മഹിയുടെ ശബ്ദം മാത്രം കേട്ടു. ആമ്പലിനെ മുറിയിൽ കട്ടിലിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് മഹി അവളോട് പറഞ്ഞു. ദേ, നീ ഇവിടെ ഇരുന്നാ മതി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിനക്കുള്ളത് മുകളിലേക്ക് കൊണ്ടുവരാം. എനിക്ക് വേണ്ട. വസന്ത പിടിച്ച കോഴിയെ കൂട്ട് തല കുമ്പിട്ടിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. ഡേ, എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നാ മതി, ഇല്ല വയറ് കാളും. മഹി പറഞ്ഞത് കേട്ട് അവൾ തല കുലുക്കി. മുകളിലെ വരാന്തയിൽ പ്രദീപുമായി ഫോണിൽ സൊള്ളിക്കൊണ്ടിരുന്ന നേത്ര അങ്ങോട്ടേക്ക് എത്തി നോക്കി. എന്താ സംഭവം? അനി തിരിഞ്ഞ് അവളോട് പറഞ്ഞു. ഒരു ചെറുതടിച്ചതാ, നീ ചെന്ന് ഫോൺ തിന്നോ, ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഓക്കേ. വന്നതുപോലെ തന്നെ അവൾ ഫോണും ചെവിയിൽ തിരിച്ചു നടന്നു. ഭക്ഷണം കഴിച്ച ശേഷം മഹി തിരികെ മുറിയിലെത്തിയപ്പോൾ തല കുത്തി മറിയാനെന്നോണം ആമ്പൽ കിടക്കയിൽ തലയും കുത്തി നിൽപ്പുണ്ട്. ഇതെന്തോന്നാടി നീ കാട്ടണേ? അവൻ ചോദിച്ചു. എടാ,
ആ സൈമൺ പോയി കാണോ? തല കുത്തി നിന്നുകൊണ്ട് തന്നെ അവൾ ചോദിച്ചു. എന്നാത്തിനാ? കയ്യിലിരുന്ന ഭക്ഷണം മേശപ്പുറത്തേക്ക് വെച്ചിട്ട് അവൻ അവളുടെ അടുത്ത് ചെന്നിരുന്നു. ഒരെണ്ണം കൂടി കിട്ടിയാ കൊള്ളായിരുന്നേ, നല്ല രസം. തലക്കകത്തുകൂടി എന്തൊക്കെ ഇങ്ങനെ നൊരച്ച് നടക്കണ പോലെ. തല കിടക്കയിലിട്ട് ഇങ്ങനെ ഉരക്കുമ്പോ നിൽക്കും, അല്പം കഴിയുമ്പോ പിന്നേം നൊരക്കും. ഈശ്വര, ഇതിപ്പോ കുരങ്ങൻ കള്ളുപിടിച്ചതുപോലെ ആയല്ലോ. മഹി ആരോടൊന്നില്ലാതെ പരിതപിച്ചു. എഴുന്നേറ്റേ, അതിനൊരു പണിയുണ്ട്, ഒന്ന് കുളിച്ചാൽ മതി, നീ വാ. അവൻ അവളെ നേരെ ഇരുത്താൻ ശ്രമിച്ചു. ഞാനില്ല, കുളിച്ചാലേ ഈ ഒരു രസം പോകും. അവൾ അവന്റെ കൈ തട്ടിമാറ്റി. എന്നാലൊരു കാര്യം ചെയ്യാം, മകൾ ആദ്യം ഭക്ഷണം കഴിക്കും, എന്നിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടി ഇങ്ങനെ തലകുത്തി നിൽക്കാം, വാ. അവൻ ഭക്ഷണം എടുക്കാനായി എഴുന്നേറ്റു. വാരി തരുവോ? പിന്നെന്താ, വാരി തരാലോ. ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ കഴിക്കാനുള്ള പരിപാടിയാണോ? എന്താ ഇങ്ങനെ നിന്നുകൊണ്ട് കഴിച്ചാല്? കിടക്കയിൽ കുത്തി നിർത്തിയ മുഖമൊന്ന് ചരിച്ച് അവൾ അവനെ നോക്കി. തിന്നുന്നത് വയറ്റിലേക്കല്ലേ പോകേണ്ടത്, തലയിലേക്കല്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞാവാ, നേരെ ഇരിക്കി. ഇല്ല, നേരെ ഇരിക്കടി. അവനൽപ്പം ശബ്ദമുയർത്തി നോക്കി. ഓട പട്ടി. ആഹാ, അത്രക്കായോ? അവൻ അവളെ വട്ടം പിടിച്ച് നേരെ ഇരുത്താൻ ശ്രമിച്ചു. മലർത്തിയടിക്കാൻ ശ്രമിക്കുമ്പോൾ ചില ഗുസ്തിക്കാർ ചെയ്യും പോലെ അവൾ കിടക്കയിലേക്ക് അമർന്നു കിടന്നു. അവൻ അവളുടെ മുകളിലേക്ക് കയറി അടിയിൽ കൂടി കൈയിട്ട് ബലം പ്രയോഗിച്ച് അവളെ തിരിച്ചു കിടത്തി. അവൾ വാവിളിച്ച് അവന്റെ കയ്യിൽ കടിച്ചു. ആവൂ, കൈവിടടി. താഴെയുള്ളവർ കേൾക്കാതിരിക്കാൻ പരമാവധി ശബ്ദം കുറച്ച് അവൻ കാറി. അവൾ വാ ഒന്ന് അയച്ചപ്പോൾ അവൻ അവളുടെ കൈകൾ വലിച്ചു മാറ്റി കവളിൽ പല്ലുകൾ കോർത്തുകൊണ്ടൊരു ഉമ്മ നൽകി. അവൾ അവന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു താഴ്ത്തിയിട്ട് അവന്റെ കവിളിൽ അതിനുള്ള പകരം വീട്ടി. അവന്റെ കവിളിൽ അവളുടെ പല്ലുകളുടെ പാട് ചുവന്നു കിടന്നു. രണ്ടും കൂടി കടിപിടി കൂടിക്കൊണ്ട് കിടക്കയിൽ കിടന്നുരുണ്ടു. ഇടയ്ക്കെപ്പോഴോ പിടിവലിയുടെ ഭാവം മാറിയത് അവരറിഞ്ഞില്ല. വാശിയോടെ തുടങ്ങിയ കടികളും മാന്തലുകളും പതുക്കെ ചുംബനങ്ങളിലേക്കും കുഞ്ഞു നുള്ളലുകളിലേക്കും വഴിമാറി. ചുണ്ടുകൾ പരസ്പരം കോർത്തു തുടങ്ങിയപ്പോഴാണ് വാതിൽക്കൽ നിന്നും നിളക്കുട്ടിയുടെ അലമുറ ഉയർന്നത്. യോ, എല്ലാരും ഓടിവായോ, ദാന്റെ ചിറ്റ മഹിമാമനെ കൊല്ലാൻ പോണേ. അവളുടെ നിലവിളി കേട്ട് മഹിയുടെ ശരീരത്തിൽ നിന്നും പിടഞ്ഞുമാറിയ ആമ്പൽ മുഖമുയർത്തി നോക്കുമ്പോൾ വാതിൽക്കൽ നിന്നും പകച്ചു നോക്കുന്ന 3 ജോഡി കുഞ്ഞിക്കണ്ണുകൾ. ഈശ്വര, വീണ്ടും വാതിലടക്കാൻ മറന്നു. കീഴിൽ കിടക്കുന്നവന്റെ വിലാപം കേട്ട് അവൾ പല്ല് ഞെരിച്ചുകൊണ്ട് അവനെ നോക്കി. അവളെ തള്ളിമാറ്റി ചാടി എഴുന്നേറ്റ മഹി പിള്ളേരെ 3നെയും വലിച്ചകത്താക്കി വാതിലടച്ച് കുറ്റിയിട്ടു. ഈട മക്കളെ, ഞങ്ങൾ ചുമ്മാ കളിക്കുമായിരുന്നടാ. അവൻ പിള്ളേരുടെ മുന്നിൽ ഉരുളാൻ നോക്കി. നിളക്കുട്ടിയും ആദിക്കുട്ടനും അതിലത്ര വിശ്വാസം പോരാത്തതുപോലെ പരസ്പരം നോക്കി. ഞാൻ കണ്ട്. ആബിക്കുട്ടൻ മുഖം പൊത്തി ചിരിച്ചതോടെ അവരുടെ നോട്ടം അവന് നേർക്കായി. അവൻ എന്താ കണ്ടതെന്ന് പറയും മുന്നേ മഹി അവനെ പൊക്കിയെടുത്ത് കിടക്കയിലേക്ക് ഇട്ടിട്ട് ഇക്കിളി കൂട്ടാൻ തുടങ്ങി. അതോടെ ബാക്കി 2 എണ്ണങ്ങളും കൂടി കിടക്കയിലേക്ക് ചാടിക്കയറി. അപ്പോഴേക്കും വാതിലിന് പുറത്ത് ആരോ തട്ടുന്ന ശബ്ദം കേട്ടു. പുറകെ താമിയുടെ ശബ്ദവും. എന്താടാ മഹി, മോള് നിലവിളിച്ചത്? ഓ, അത് ഞങ്ങൾ ചുമ്മാ കളിച്ചതാന്നേ. 3നെയും വട്ടം പിടിച്ചുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു. നീ പൊക്കോടി ചേച്ചി, ഇനി ഇവരെല്ലാം ഇവിടെയാ കിടക്കുന്നത്. തുടരും. ഇനിയും ഈ വഴി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ഷെയറുകളും ലൈക്കുകളും ചെയ്ത് സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ.